ലുസൈൽ മറീന ബീച്ചിൻ്റെ തൊട്ടടുത്ത് നല്ല ബീച്ചിൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് ഇന്ന് നോമ്പറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള അടുത്തൊരു നോമ്പുതുറ. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം അതാണ്, ഇരിക്കാനുള്ള സെറ്റപ്പ്, അതുപോലെ തന്നെ വാഷ്റൂമും, അതുപോലെ തന്നെ പ്രയർ ഹോള്, എസ്പെഷ്യലി ഇനി ടീ കുടിക്കേണ്ട ആൾക്കാർ ടീ കുടിക്കാനുള്ള സെറ്റപ്പ്, ടീ ടൈമും, അങ്ങനെ പല പല ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ് ഇന്നത്തെ കാഴ്ചകൾ. തൊപ്പി മതി, രണ്ട് വേ പോകുമ്പോൾ അതൊന്നോളാം. അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ആരും ചൊല്ലക എന്തില്ല, ടെൻഷൻ എന്തില്ല. ഇവിടെ ಬೇನಾಯಪಲ್ಲೆ ಉಂಡು ಫ್ಯಾಮಿಲಿ ಬೇನಿಂಗ್ ಫ್ಯಾಮಿಲಿ ಬ್ಯಾಚುಲರ್ಸ್ ಬೇನುಂಟೆ ಬ್ಯಾಚುಲರ್ಸ್ ಎಲ್ಲರಿಗೂ ಬಂದು ನಮ್ಮ ತರಕ ಟೆನ್ಷನ್ ಹಾಕೊಂಡಲ್ಲ ಎಂದಿಲ್ಲ. ನಲ್ಲರು ಪ್ಲೇಸ್ ಐತಿ, ಎಲ್ಲರೂ ಬರ್ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എന്നുള്ളത് ലുസൈലാണ്. ലുസൈൽ മറൈനയിൽ നോമ്പറക്കാനായിട്ട് വന്നതാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ ബാക്കിലായിട്ട് വരുന്നുണ്ട്. എല്ലാവരും വയ്യെ കാണാം. ലുസൈൽ മറീന ബീച്ചിൻ്റെ തൊട്ടടുത്ത് നല്ല ബീച്ചിൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് ഇന്ന് നോമ്പറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള അടുത്തൊരു നോമ്പുതുറ. ഏതായാലും ഒരു 6 നോമ്പോ 5 നോമ്പോ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി ഓരോ കാഴ്ചകൾ വ്യത്യസ്തമായ രീതിയിലുള്ള നോമ്പുതുറകളും അതുപോലെ തന്നെ പല പല കാഴ്ചകൾ കാണാം. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യുക, ജസ്റ്റ് ഫോളോ മീ. പല പല ടു ടൈം ഷോപ്പുകളും അതുപോലെ തന്നെ വാഷ്റൂമൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം അതാണ്, ഇരിക്കാനുള്ള സെറ്റപ്പ്, അതുപോലെ തന്നെ വാഷ്റൂമും, അതുപോലെ തന്നെ പ്രയർ ഹോള്, എസ്പെഷ്യലി ഇനി ടീ കുടിക്കേണ്ട ആൾക്കാർ ടീ കുടിക്കാനുള്ള സെറ്റപ്പ്, ടീ ടൈമും, അങ്ങനെ പല പല ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ് ഇന്നത്തെ കാഴ്ചകൾ. സ്പെഷ്യലായിട്ടുള്ളൊരു നോമ്പുതുറ. താലമി താൽക്കാലികം ഇവിടെ വെക്കുക. ഫുഡുകൾ പല പല ഫുഡുകളും വരാണ്ട്, അതിലുപരി ഒരുപാട് ആൾക്കാർ വരാണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ റൂട്ടിൽ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ നമ്മൾ ഇന്ന് ഏറ്റെടുത്ത ഫുഡ് ഈ രീതിയിലാണ്. അപ്പോൾ ലെറ്റ്സ് വാച്ച്. തൊപ്പി നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ലൊക്കേഷനിലേക്ക് അടുത്ത അതിഥികളായിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. സാദിഖ്, അതുപോലെ തന്നെ ജനു, പിന്നെ ഷാഫല്ലാണ്ട് സെറ്റ്. നമ്മളിപ്പോൾ ഈ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ. സെറ്റാക്ക് അത് മറ്റേതാ എന്താ പറയുന്നത്, ഇതിലേക്ക് ഫ്രൂട്ട്സ് മതി മതി, എത്ര മതി. തോലി തീയിലെടുത്താൽ മതി, രണ്ട് വേ പോകുമ്പോൾ അതൊന്നോളാം. അങ്ങനെ അങ്ങനെ കച്ചറയിലെടുക്കും. അല്ല, ഇത് നേരെ വെച്ചില്ലെങ്കിൽ ഇത് പൊട്ടും. അതിനടി ഒരു കവർ മറിഞ്ഞിട്ടായി. ഓളിനോട് ഞാൻ പറഞ്ഞു ഇതോട് മറിഞ്ഞ് വെക്കുമ്പോ ഒരു കീസ് വേണ്ട കൊണ്ട അപ്പലിട്ട് അയാൾക്ക് 2 കവറിട്ട് എത്ര സമയമുണ്ട്? നമ്മളിപ്പോൾ ഇതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഏകദേശം ഫ്രൂട്ട്സും സാധനങ്ങളെല്ലാം ഓക്കെ ആയി. നമ്മളിപ്പോൾ ലാസ്റ്റ് വന്ന ടീമുണ്ടല്ല, സൈനും അതുപോലെ തന്നെ സാദിക്കും നിഷാഫ കൂടെ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊടുന്ന് സെറ്റായി. നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഇഫ്താറിലേക്ക് ഒരു 5-6 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനോട് കൂടി നമ്മളിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള വൈബായിട്ട് സ്ഥലം. തൊട്ടടുത്തായിട്ട് ഇതാ അടിപൊളിയായിട്ടുള്ള ലൈറ്റ്സൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. ഈത്തപ്പന മരത്തിന്മേലൊക്കെ ലൈറ്റ്സൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ വൈബ് എല്ലാം കൊണ്ടും സെറ്റ്.
ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനെ കുറിച്ച് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് സാദിക്കിൻ്റെ അടുത്ത്. സാദിക്കാൻ ലൊക്കേഷനും എൻ്റെ അഭിപ്രായം എങ്ങനെ ഇഫ്താറിന് പറ്റിയൊരു ലൊക്കേഷനാണോ ലുസൈൽ മറൈനിലുള്ള ഈ ഒരു ലൊക്കേഷൻ? ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷനാണ്. പിന്നെ എന്താ പറയുക, ഫാമിലിയായിട്ട് ഇനി സജസ്റ്റ് ചെയ്യേണ്ട അടുത്തൊരു ഇനിയിപ്പോൾ നോമ്പ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങി, അടുത്തൊരു നോമ്പിന് ഇൻഷാ അല്ലാഹ് എല്ലാവരെയും കൂട്ടിയിട്ട് വരണമെന്നുണ്ട്. അത് മാത്രമല്ല ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ സൂപ്പർ ലൊക്കേഷൻ. തൊട്ടപ്പുറത്ത് തന്നെ വാഷ്റൂമുണ്ട്, പ്രയർ ഹോളുണ്ട്, ടീ ടൈം, അങ്ങനെ എല്ലാം കൊണ്ടും സെറ്റ് പൊളി അല്ലേ? ഇനിയിപ്പോൾ നോർമൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇരുന്നിട്ട് ചായ എല്ലാം കുടിച്ച് സെറ്റാക്കാം, അടിപൊളി. നമ്മൾ ഇഫ്താറിലേക്ക് പോവാം. താല് ചോദിച്ചോക്കെ എങ്ങനെയാണ് ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടോ? എന്താണ് നിഷാബ് പറയാനുള്ള ഈ ഒരു ലൊക്കേഷൻ മറൈനയിലത്തെ കാഴ്ചകൾ എങ്ങനെ? ഇത് സൂപ്പർ ഉണ്ട് ലൊക്കേഷൻ, എല്ലാം ഫുള്ള് നമുക്ക് കാണുന്ന വേണ ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ ഫാമിലി വന്നിട്ട് കറക്റ്റ് ആയിട്ട് നോക്കിയാലേ ഇത് ഇഫ്താറും കഴിക്കാൻ എല്ലാവരും വന്നിട്ട് ഇവിടെ. പിന്നെ സൂപ്പർ ഇവിടെ നിങ്ങൾക്ക് ആരും ചൊല്ലക എന്തില്ല, ടെൻഷൻ എന്തില്ല. ഇവിടെ ಬೇಣೆಪಲ್ಲೆ ಉಂಡು ಫ್ಯಾಮಿಲಿ ಬೇಣಿಂಗ್ ಫ್ಯಾಮಿಲಿ ಬ್ಯಾಚುಲರ್ಸ್ ಮೇಲೆ ಉಂಟು ಬ್ಯಾಚುಲರ್ಸ್ ಎಲ್ಲರಿಗೂ ಬಂದು ನಮ್ಮ ತರಕ ಟೆನ್ಷನ್ ಹಾಕೊಂಡಲ್ಲಿ ಎಂದಿಲ್ಲ ನಲ್ಲರು ಪ್ಲೇಸ್ ಐತಿ ಎಲ್ಲರೂ ಬರ್ അൽഹംദുലില്ലാ ഉഷാറായിട്ട് നോമ്പറക്കാൻ പറ്റി. എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഫുഡൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാണിച്ചു തരാം. പൊറോട്ട, അതേപോലെ തന്നെ ഇതാ റൈസ് ഉണ്ട്, ഒരുപാട് ഐറ്റം കറി. കൽത്തപ്പം കാണിച്ചെടുത്താം, കൽത്തപ്പം, അതേപോലെ തന്നെ പക്കോട, ഫ്രൂട്ട്സ് സെറ്റ്, സമൂസ. സൂപ്പർ. ആറ് ജ്യൂസ് ഉണ്ടാക്കിയ ആള് സാദിഖ് അങ്കിളോ ചോറ് കൽത്തപ്പല എന്താണ്? പത്തിരി എങ്ങനെ? സൂപ്പർ. നമ്മളൊരു കൽത്തപ്പെടുത്തുണ്ട്, കഴിക്കട്ടെ. നമ്മളെ നോമ്പറെല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ ഉഷാറായിട്ട് കഴിഞ്ഞ് പക്ക ക്ലീനാക്കി എല്ലാം പക്ക ക്ലീൻ ആയിരിക്കണം. സെക്യൂരിറ്റി നോക്കി കൊടുക്കുന്നുണ്ട്. അതിൽ സൈഡിലെ ഏരിയകൾ അതുപോലെ തന്നെ എത്തേണ്ട എല്ലാ ഏരിയയിലും നമ്മളിപ്പോൾ നോമ്പ് തുറക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ക്ലീൻ ആക്കിയിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അടിപൊളി. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് അസദാ നോമ്പ് തുറ? മുമ്പ് ഉഷാറായിരുന്നു, മനസ്സിന് നല്ലൊരു കുളിർമയേകുന്നൊരു സന്നിധിയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ആൾക്കാരോട് ചോദിക്കാം. നമ്മ അടുത്ത നോമ്പ് തുറ അച്ഛൻ്റെതാ രണ്ടാൾക്കാരുണ്ട് ഇവിടെ, 2-3 ആൾക്കാരോട് ചോദിക്കാം അഭിപ്രായം. നോമ്പ് തുറ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അൽഹംദുലില്ലാ. നല്ല ഇതിലായിട്ട് നോമ്പ് തുറന്നിട്ടായി ഉഷാറായിട്ട് നമ്മൾ പിള്ളേരെല്ലാം ഉഷാറാക്കി നമ്മൾ സാധിക്കിച്ചുണ്ട് ഇവിടെ ഫുള്ള് വെടിപ്പലാക്കിന്. രണ്ടൊരാടെ ദൂരെ രണ്ടാള് നോമ്പ് എന്താ പോയത്. അപ്പോൾ അടിപൊളി കാഴ്ചകൾ. പിന്നെ ഇങ്ങനെ കുറഞ്ഞ നോമ്പ് മാത്രമേ ഉള്ളൂ, ഏകദേശം 3-4 നോമ്പും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ റംസാനോട് ബൈ. അതെല്ലാം അവസാന 10 നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇഫ്താറിലായിരുന്നു അൽഹംദുലില്ലാ. അപ്പോൾ ഏതായാലും നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നവരെ ബൈ. ദുബായ്.